അങ്ങനെ നമ്മുടെ ബാക്ക് ടു സ്കൂളായി. അപ്പോൾ ഇന്ന് സത്തുവിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ ആണെങ്കിൽ അവർക്ക് ഇന്ന് പാരിഷ് ഹാളിൽ ജസ്റ്റ് വെൽക്കമിങ് സെറമണി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ രാവിലെ 8:40 ആയപ്പോൾ അവളെ എണീച്ചത്. അപ്പോൾ അതൊക്കെ എണീച്ചാൽ മതിയല്ലോ. ഇനി പിറ്റേ ദിവസം തൊട്ടാണ് നമ്മൾ ശരിക്കുള്ള സ്കൂളിലെ റൊട്ടീൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് പല്ലേക്കുക, പിന്നെ മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരി കുട്ടിയായി ഒന്ന് ഡ്രസ്സ് ചെയ്ത് അവളെ ഓക്കെ ആക്കി വരിക. അപ്പോൾ രാവിലത്തെ ഫസ്റ്റ് ഡേ ആകുമ്പോൾ എല്ലാവർക്കും ഒരു മടിയൊക്കെ കാണും. പക്ഷേ വീണ്ടും ഒരു വർഷം നമ്മൾ പോയേ പറ്റൂ, അതാണ് അത് ഒരു ഫാക്റ്റ്. അങ്ങനെ സാത്തി ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി അലമാരിയിലൊക്കെ വെച്ചിട്ട് ഇനി അടുത്ത അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. പിന്നെ ഇന്ന് വിളക്കൊക്കെ കത്തിച്ച് ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. എല്ലാ ദിവസവും ഇങ്ങനെ ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ ഇപ്പം 8:40 ആണെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് നേരത്തെ പോകേണ്ട സമയത്ത് 8:30 8:15 ആകുമ്പം അത് നടക്കത്തില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഭയങ്കര സ്ലോ ഈറ്റിംഗ് ആണ് കേട്ടോ. ഇന്ന് ഓട്സാണ്. പിന്നെ ഇതാണ് സാത്തിക്കുട്ടിയുടെ ഹെയർ സ്റ്റൈല്. പക്ഷേ എനിക്ക് ബാക്ക് സൈഡ് ഓക്കെയാണ്. എനിക്ക് ഫ്രണ്ട് സൈഡിൽ അവളുടെ മുഖം കുറച്ച് മാറിയ പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഒരു വർഷം കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ മുഖത്തിന് ഹെയർ സ്റ്റൈലിങ്ങും ഒക്കെ കുറച്ച് സ്യൂട്ട് ചെയ്യുന്ന, പണ്ട് സ്യൂട്ട് ചെയ്ത ഹെയർ സ്റ്റൈൽ ഇപ്പോൾ സ്യൂട്ട് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡിയായിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഭാഗ്യത്തിന് ഇന്നത്തെ ദിവസം മഴയില്ല കേട്ടോ. ഇന്ന് തലേന്ന് വരെ ഭയങ്കര മഴയായതുകൊണ്ട് ആ ഒരു കൺസേൺ ആയിരുന്നു. നമ്മുടെ അവിടെ ചുറ്റും നല്ല പച്ചിപ്പായി, മൊത്തം പുല്ല് പിടിച്ച് അങ്ങനെയാണ്. അപ്പം നമ്മൾ ഓൺ ദ വേ ടു പാരിഷ് ഹാൾ. 10 മണി ടൈം ആണെങ്കിലും നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പം 10:30 ഇപ്പോൾ സാത്തിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒരു മൂഡ് ഔട്ട് കേട്ടോ. നാളെ തൊട്ട് സ്കൂളിൽ പോകണം, ഹോംവർക്ക് ഉണ്ട്, അങ്ങനെ ഒരു കൺസേൺ ആണ്. പിന്നെ ഇവിടുത്തെ എന്ന് വെച്ചാൽ ആദ്യമേ നമ്മുടെ വെൽക്കം സ്പീച്ചും പിന്നെ അച്ഛൻ കുറച്ച് സ്പീച്ച് നടത്തുക, പിന്നെ ഓരോ ടീച്ചേഴ്സും, പിന്നെ ഇവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് ടീച്ചർ അനന്ത് സാറിൻ്റെ വക സാറ് സ്വന്തമായിട്ട് പാട്ടൊക്കെ എഴുതി ആ കുഞ്ഞുങ്ങൾക്ക് പാട്ട് പാടിക്കൊടുത്തു. ഇത് ദീപം തെളിയിക്കാൻ തന്നെ എനിക്ക് ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വിചാരിച്ചതാണ്ട. ഇപ്പം കറൻ്റ്ലി LKGയിലൊക്കെ ജോയിൻ ചെയ്യുന്ന കൊച്ചിനെ കൊണ്ട് ദീപം തെളിയിപ്പിക്കും. അത് നല്ലതാണ്. അതല്ലാതെയും ഇൻഡിവിജ്വലി ഇങ്ങനെ ഇവർ ദീപം ഇങ്ങനെ അക്ഷരദീപങ്ങൾ തെളിയിക്കുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അങ്ങ് ദൂരമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ബാഗ്, ബുക്സ് പുതിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഫങ്ഷനുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെ കാണാൻ നേരം പിള്ളേർക്ക് പണ്ടത്തെ പോലെ കരച്ചിലൊന്നുമില്ല, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പോകാൻ വേണ്ടി. അപ്പം സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. ലാസ്റ്റ് പായസം, എല്ലാ കുഞ്ഞുങ്ങൾക്കും പായസവും പിന്നെ ബലൂൺ, അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന ബലൂണൊക്കെ ചെന്ന് കയറിയപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വന്നപ്പം ആ ബലൂൺ ഒന്നും തന്നെ ഇല്ല. അന്നേരം അതുപോലെ നാളെ തൊട്ട് അംഗം തുടങ്ങും.